ഇന്ന് രാവിലെ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ എടുത്തത് 2 ഗ്ലാസ് പച്ചരി, ഒരു ശകലം ഉഴുന്ന് കൂടിയിട്ട് രാവിലെ വെള്ളത്തിയിട്ട്, അത് കഴിഞ്ഞ് വൈകിട്ട് അരച്ചപ്പം അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങായും ഒരു ശകലം സോഡാപ്പൊടിയും 2 ഏലക്കായും ഒരു സ്പൂണ് പഞ്ചസാര വെച്ച്, നല്ലൊരു സ്പൂണ് പഞ്ചസാര ഇട്ട് അരച്ച് വെച്ച് രാവിലെ ആയപ്പോഴത്തേനും മാവ് ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അത് കോരി ഒഴിച്ച് ചൂടാം. അങ്ങനെ അപ്പം എല്ലാം ശരിയായിട്ടുണ്ട്, അതെടുക്കാം. അപ്പം എല്ലാം എടുത്ത് ഇനി നമുക്ക് ഇതിന് വേണ്ടി ഒരു ചെറിയ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാം, എന്നിട്ട് തിന്ന് കാണിക്കാം. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നമുക്കൊരു ചമ്മന്തി റെഡിയാക്കാം. അതിന് വേണ്ടത് പിന്നെ കുറച്ച് 1 കപ്പ് തേങ്ങ തിരുമിയത്, ഒരു കുറച്ച് കൊച്ചുള്ളി, ഒരു ശകലം ഇഞ്ചി, പിന്നെ 1 സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇച്ചിരി ഉപ്പ് ഞാൻ ഇതിനകത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചുകൊണ്ട് വരട്ടെ. ചമ്മന്തി കടുക് വറുക്കാനായിട്ട് ചീനിച്ചട്ടി ഗ്യാസേ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയൊന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കൊരു കുറച്ച് കടുകിടാം. കടുക് പൊട്ടി പൈപ്പുണ്ട്. പിന്നെ ഞാൻ അതിന് വേണ്ട എടുത്ത് വെച്ച കടുക് വറുക്കാൻ എടുത്ത് വെച്ച ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പില, ഒരു ചെറിയ മുളക്. കടുവെല്ലാം പൊട്ടിക്കഴിഞ്ഞ് അതിനകത്തോട്ട് ഉള്ളി ഇടാം. ഇനി അതിനകത്തോട്ട് പിന്നെ നമ്മൾ എടുത്ത് വെച്ച മുളകിടാം, കറിവേപ്പിലയും കൂടി ഇടാം. അരച്ച് വെച്ച ചമ്മന്തി ഇടാം. നല്ലതായിട്ട് ചിക്കി തൂക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ അപ്പവും ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. അപ്പം എന്താണ് നല്ല സോഫ്റ്റാ. കഴിക്കാം. നമുക്ക് അപ്പം കഴിക്കാം. സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പവും ഈ ചമ്മന്തിയും കൂടെ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന രീതി കാണിച്ചതാണ്. എന്നെ കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ശരി എന്നാൽ.